എല്ലാവർക്കും നല്ല നമസ്കാരം. ദാണ്ട് എൻ്റെ പിറകിൽ നിൽക്കുന്നൊരു സിനിമയുടെ പോസ്റ്റർ നിങ്ങൾ കണ്ട. ഇത് ഏതാ തിയേറ്റർ എന്നറിയാം? ഇതാണ് നമ്മുടെ മുരിങ്ങൂര് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ അടുത്തുള്ള അഗസ്ത്യ തിയേറ്റർ. ഈ തിയേറ്റർ പ്രളയത്തിൽ നാശോന്മുഖമായി പോയതാണ്. പിന്നീട് വീണ്ടും ഈ തിയേറ്റർ ഉയർത്തെഴുന്നേറ്റു. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാലക്കുടിക്കാരുടെ ചങ്കായിട്ടുള്ള കുറ്റിക്കാട് സ്വദേശി, മോതിരക്കണ്ണി സ്വദേശി ഷെയ്സൻ പി ഔസേപ്പ് സംവിധാനം ചെയ്തൊരു സിനിമയുടെ ഒരു പടുകൂറ്റം പോസ്റ്ററാണ് കണ്ടത്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫേസ് ഓഫ് ദി ഫേസ്ലെസ്, മുഖമില്ലാത്തവരുടെ മുഖം. ഈ സിനിമ കേരളത്തിൽ 2023 നവംബർ 17 റിലീസ് ചെയ്തു. ചാലക്കുടിയിൽ 3 തിയേറ്ററിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത്, അതും ഹൗസ്ഫുള്ളായിട്ട്. പിന്നീട് 55 അന്തർദേശീയ അവാർഡുകൾ, ഓസ്കാർ അറ്റംപ്റ്റ്, അതുകൂടാണ്ട് ഏറ്റവും ബെസ്റ്റ് ക്രിസ്ത്യൻ സിനിമ. ഇപ്പം എന്താ സംഭവം എന്നറിയോ? ഈ സിനിമ GCC കൺട്രീസിൽ റിലീസാകാൻ പോവാണ്. മെയ് 2 ദുബായ്, ഖത്തർ, ഒമാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ റിലീസാകാൻ പോവാണ്. അപ്പോൾ ഒറ്റ കാര്യമാണ് പറയാനുള്ളത്, ചാലക്കുടിക്കാരുടെ പ്രിയപ്പെട്ട ഷൈസൻ പി ഔസേപ്പ് സംവിധാനം ചെയ്ത ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സിനിമ GCC കൺട്രീസിൽ റിലീസ് ചെയ്യാൻ പോകുമ്പോൾ പ്രിയപ്പെട്ട മലയാളികളെ, നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് മറക്കരുത്. ഈ വീഡിയോസ് നിങ്ങൾ കാണാം, എന്നിട്ട് നിങ്ങൾ സിനിമ കാണാൻ അവിടെ തിയേറ്ററുകൾ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മെയ് 2 നിങ്ങൾ ഈ സിനിമ പോയി കാണണം. നമ്മുടെ സിനിമ, നമ്മുടെ ചാലക്കുടിക്കാരൻ്റെ ചങ്കായിട്ടുള്ള ഷൈസൻ ചേട്ടൻ സംവിധാനം ചെയ്ത നമ്മുടെ ഈ സിനിമ നിങ്ങൾ കാണാൻ മറക്കരുത്. കേരളത്തിൽ നൽകിയ മുഴുവൻ സപ്പോർട്ടും ഗൾഫ് കൺട്രീസിലും നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഷൈസേട്ടൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾ ഈ സിനിമ പോയി കാണണം. കേരളത്തിലോ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങളും ഈ സിനിമയ്ക്ക് നൽകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. അപ്പോൾ ഗൾഫിലുള്ള ചേട്ടന്മാരെ മറക്കരുത്, മെയ് 2 ഫേസ് ഓഫ് ദി ഫേസ്ലെസ്, മുഖമില്ലാത്തവരുടെ മുഖമായിട്ട് അവിടെ അബ്രപാളികളിൽ ഈ സിനിമ വരും. ചാലക്കുടിക്കാരൻ്റെ സിനിമയാണ്, കാണാൻ മറക്കരുത്. ഈറൻ അണിഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം. സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ച് ജീവൻ വെടിയേണ്ടി വന്ന സിസ്റ്റർ റാണി മരിയയുടെ ജീവിതകഥയാണ് ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന സിനിമ. ചിത്രം റിലീസായതിനു ശേഷം ഏകദേശം 55ഓളം അന്തർദേശീയ അവാർഡുകളും ഓസ്കാറിന് ക്വാളിഫൈഡായി നോമിനേഷൻ എൻട്രി ലഭിച്ച ഈ ചിത്രം കേരളത്തിൽ 6 ആഴ്ചയോളം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടന്നു. ഈ ചിത്രം ഈ വരുന്ന മെയ് 2 ഒമാൻ, ദുബായ്, ഖത്തർ എന്നിവിടങ്ങളിൽ സ്ക്രീനിങ്ങിനായി എത്തുകയാണ്. ഇതിൻ്റെ പരിപൂർണ വിജയത്തിനായി നിങ്ങളുടെ ഓരോരുത്തരുടെയും സജീവ സാന്നിധ്യവും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മെയ് 2 ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന സിനിമ GCC രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്നു. ഷെയ്സൻ പി ഔസേപ്പ് എന്ന മികച്ച സംവിധായകന്റെ മികച്ചൊരു കലാസൃഷ്ടിയാണത്. സിസ്റ്റർ റാണി മരിയയെക്കുറിച്ച് ഇത്ര മികച്ച ഒരു കാവ്യാത്മകമായ ചലച്ചിത്ര ഭാഷയിൽ ഒരു സിനിമ നിർമ്മിക്കുകയും കേരളത്തിലും മറ്റ് വിവിധ രാജ്യങ്ങളിലും വലിയ പ്രശംസ നേടുകയും ഏകദേശം 55ലധികം അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ഒരു ചലച്ചിത്രം എന്ന നിലയിലും അതിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രാധാന്യവും എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് മതവും മതസങ്കല്പവുമൊക്കെ ഭാരതത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് അടിസ്ഥാന ജനതയുടെ വിമോചനത്തിനു വേണ്ടി ധീരമായി പൊരുതിയ ഒരു മലയാളിയായ ഒരു വനിതയുടെ ധീരയായ രക്തസാക്ഷിയുടെ കഥ പറയുന്ന ഒരു സിനിമ എന്ന നിലയിലും അതിന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തിലെ ക്രാഫ്റ്റിന്റെ മികവ് കൊണ്ട് ഏറെ പ്രശംസ നേടുകയും ചെയ്ത ഒരു ചലച്ചിത്രം എന്ന നിലയിൽ തീർച്ചയായും ഏറെ വാഴ്ത്തപ്പെടേണ്ട ഒരു ചലച്ചിത്രമാണത്. എല്ലാവരും അത് കാണാനും പ്രോത്സാഹിപ്പിക്കാനും സമയം കണ്ടെത്തുക എന്നത് നമ്മുടെ ഒരു ധർമ്മമായി തന്നെ കരുതി അതിനെ ഏറ്റെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. 2024 ഓസ്കാറിലേക്ക് ഒഫീഷ്യൽ എൻട്രി നേടിയ സിനിമ ഇന്നു മുതൽ മേരി കുഞ്ഞെന്ന സിസ്റ്റർ റാണി മരിയ 50ലധികം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ സിനിമ. പ്രിയപ്പെട്ട അമ്മച്ചിക്ക്, ഞാൻ ഇൻഡോറിലെ ഉദയനഗർ കോൺവെന്റിൽ എത്തിയിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു. വിൻസി അലോഷ്യസ് പ്രധാന വേഷത്തിലെത്തുന്ന ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് UAE, ഒമാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ മെയ് 2 റിലീസാകുന്നു. The Face of the Faceless, distributed by Panadia Films in association with 24/7 Flicks for You.